ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ചെയ്യുന്നത് ബെവറേജസ് LDCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം 20, 21, 19, 22, 18 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 23, 20, 24, 30. അപ്പോൾ ആദ്യം തന്നെ തന്നിട്ടുള്ളത് മാത്സ് പാർട്ടാണ്. സോ ഇപ്പോൾ അതിൽ ഒന്നാമത്തത് ഒരു ശ്രേണിയിലെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പദം 20 ആണ്, അടുത്തത് 21 ആണ്. അപ്പോൾ 20-ൽ നിന്നും അധികമാണ്. അടുത്ത പദം 19 ആണ്. 19 20-ൽ നിന്നും 21-ൽ നിന്നും 2 കുറവാണ്. 19 കഴിഞ്ഞാൽ 22 ആണ് വരുന്നത്. 19-ൽ നിന്നും 3 അധികമാണ് 22. അടുത്ത പദം 18 ആണ്. 22-ൽ നിന്നും 4 കുറവാണ് 18. അടുത്ത പദം 18-ൽ നിന്നും 5 കൂടുതലാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 23. അടുത്തത് രഘു എയിൽ നിന്നും യാത്ര തിരിച്ച് 60 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 30 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്ന ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ബിയിലെത്തി എങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള അകലം എത്ര? ഇത് എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഏത് ഒരു പോയിന്റിൽ നിന്ന് രഘു നടക്കാൻ തുടങ്ങി, 60 മീറ്റർ നടന്നു. ഇനി രഘു എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞ് 30 മീറ്റർ നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. ഇനി വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും 60 മീറ്റർ നടന്നു. അപ്പോൾ ഇത് ആകെ 60 മീറ്റർ. ഇത് താഴേക്ക് 30 മീറ്റർ. പിന്നെ ഇത് 20 മീറ്റർ. പിന്നെ വരുന്നത് 60 മീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് 30 മീറ്റർ ആണ്. അപ്പോൾ ഇതും 30 മീറ്റർ തന്നെയാകും. അതേപോലെ തന്നെ ഇവിടെ ഇത് 20 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും 20 മീറ്റർ ആണ്. അപ്പോൾ ഇനി ബാക്കി വരുന്നത് ഈ എയിൽ നിന്നും, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ എയിൽ നിന്നും ഇവിടെ വരെ 40 മീറ്റർ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് ആകെ 60 ആണ്. അപ്പോൾ 30 ഇവിടെ വരെ 30 ആണ്. ഇനി വരുന്നത് 30 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ ഇപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാം. നമുക്ക് വരുന്നത് എത്രയാണ്? 40. അപ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സൈഡ് 30 ആണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കാം. ഇതിന്റെ ആൻസർ വരുമ്പോൾ എത്ര വരും? ഇപ്പോൾ ഇത് 1600 വരും, ഇത് 900 വരും. വരുന്നത് 2500 ആണ്. ഇപ്പോൾ വരുന്നത് 50 മീറ്റർ ആണ്. ബി ആണ് 50 മീറ്റർ. അടുത്തത് രാജീവ് ശ്യാമിന്റെ സഹോദരനാണ്. റാണി ശ്യാമിന്റെ മകളാണ്. രഘു രാജീവിന്റെ പിതാവാണ്. മോഹൻ റാണിയുടെ സഹോദരനാണെങ്കിൽ മോഹന്റെ അമ്മാവനാര്? അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട് രാജീവ് ശ്യാമിന്റെ സഹോദരനാണ്. അപ്പോൾ നമുക്ക് രാജീവിനെ എടുക്കാം. ഇത് ശ്യാം. ജസ്റ്റ് പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുക്കാം. നമുക്ക് രാജീവിനെ 6 എന്ന് എടുക്കാം. അതുപോലെ തന്നെ ശ്യാമിനെ നമുക്ക് S എന്ന് എടുക്കാം. ദെൻ റാണി ശ്യാമിന്റെ മകളാണ്. അപ്പോൾ ശ്യാമിന്റെ മകളാണ് അടുത്ത റാണി എന്ന് പറയുന്നത്. ഞാനിതിനെ RN എന്ന് കൊടുക്കുകയാണ്. അടുത്തത് രഘു രാജീവിന്റെ പിതാവാണ്. അപ്പോൾ
ഞാൻ അതിനെ RG എന്ന് കൊടുക്കുകയാണ്. രഘു രാജീവിന്റെ പിതാവാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ജയ എന്ന് കൊടുക്കുന്നുണ്ട്. അടുത്തത് മോഹൻ റാണിയുടെ സഹോദരനാണ്. അപ്പോൾ റാണിയുടെ സഹോദരനാണ് മോഹൻ. എങ്കിൽ മോഹന്റെ അമ്മാവൻ ആരാണ്? അപ്പോൾ ആരായിരിക്കും? ഉത്തരം രാജീവാണ്. ഓപ്ഷൻ എ. ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ ചെയ്താൽ മതി. അടുത്തത് മാംഗോ എന്നത് QERKS എന്ന് സൂചിപ്പിച്ചാൽ ഓറഞ്ച് എങ്ങനെ സൂചിപ്പിക്കാം? നമുക്ക് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ആദ്യം മാംഗോ MANGO. അപ്പോൾ ആദ്യം Q ആണ് കൊടുത്തിട്ടുള്ളത് എമ്മിന് പകരം. ദെൻ എക്ക് പകരം E ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ M കഴിഞ്ഞാൽ Q എത്രാമത്തെ അക്ഷരമാണെന്ന് നമുക്ക് നോക്കാം. M കഴിഞ്ഞാൽ N L MN O N O P Q. അപ്പോൾ ഇവിടെ വരുന്നത് N O P. ഇവർക്കിടയിൽ 3 അക്ഷരങ്ങളാണുള്ളത്. 3 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ B, ഇവിടെ ഏതൊക്കെ വരുന്നുണ്ട്? B വരുന്നുണ്ട്, C വരുന്നുണ്ട്, D വരുന്നുണ്ട്. അടുത്തത് R ആണ് വരുന്നത്. സോ N കഴിയുമ്പോൾ OPQ, ദെൻ R. അടുത്തത് G കഴിഞ്ഞാൽ HIJ ആണ് വരുന്നത്. 3 അക്ഷരങ്ങൾ തന്നെയാണ്. അടുത്തത് O കഴിഞ്ഞാൽ PQR, ദെൻ S ആണ് വരുന്നത്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ ആൽഫബറ്റും കഴിഞ്ഞ് 3 ആൽഫബറ്റിന് ശേഷമുള്ള, അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് കഴിഞ്ഞ് 4ാമത്തെ ആൽഫബറ്റ് ആണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ഒരു റിലേഷൻ എടുക്കാം. അപ്പോൾ ഓറഞ്ച് ആണ് ആദ്യം, മീൻസ് O ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ O കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് S, മീൻസ് O എന്ന് പറയുന്ന ലെറ്ററിന് ഇവിടെ കൊടുത്തിട്ടുള്ള S ആണ്. അപ്പോൾ നമ്മൾ S എടുക്കുക. ദെൻ R-ന് തന്നിട്ടുള്ളത്, നമുക്ക് ഇവിടെ R-ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് R കഴിഞ്ഞാൽ STU. അപ്പോൾ V ആണ് വരുന്നത്. എല്ലാത്തിലും V തന്നെയാണ് കിടക്കുന്നത്. ദെൻ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ അവസാനത്ത് നോക്കാം. ഇക്ക് ആരാന്ന് നോക്കുക. ഇക്ക് വരുന്നത് FGHI. അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം. ഒരു ക്ലാസ്സിലെ 4 കുട്ടികൾ ഒരു ബെഞ്ചിലിരിക്കുന്നു. സുനിൽ മാത്യുവിന്റെ ഇടതുവശത്തും റഹീമിന്റെ വലതുവശത്തുമാണ്. അനിലിന്റെ ഇടതുവശത്തുമാണ് റഹീം. എന്നാൽ ആരാണ് ഇടത്തെ അറ്റത്തിരിക്കുന്നത്? ഇതും എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ 4 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുനിൽ എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സുനിൽ എടുക്കാം. സുനിൽ മാത്യുവിന്റെ ഇടതുവശത്തും. അപ്പോൾ സുനിൽ ഇരിക്കുന്നത്
മാത്യുവിന്റെ ഇടതുവശത്താണ്, റഹീമിന്റെ വലതുവശത്തുമാണ്. അതുപോലെ തന്നെ അനിലിന്റെ ഇടതുവശത്തുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിലിന്റെ ഇടതുവശത്താണ് റഹീം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അനിൽ വരും. എന്നാൽ ആരാണ് ഇടത്തെ അറ്റത്തിരിക്കുന്നത്? ഇതാണ് ചോദ്യം. അതിന്റെ ആൻസർ ആരായിരിക്കും? ഇതിനകത്ത് ഇടത്തെ അറ്റത്തിരിക്കുന്നത് റഹീമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത് ഒറ്റയാൻ ആര്? എ, ബി, ഇ, എഫ്, ജി, ഐ, ജെ, എം, ആർ, എസ്, ഡബ്ല്യു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലെല്ലാം വവ്വൽസ് ഉണ്ട്. ഇതിൽ എ, ഇ വരുന്നുണ്ട്, ഇവിടെ ഐ വരുന്നുണ്ട്, ഇവിടെ ഐ വരുന്നുണ്ട്. ഇതാണ് ഒറ്റയാൻ. ഇതിലാണ് വവൽ ലെറ്റേഴ്സ് ഇല്ലാത്തത്. അടുത്തത്, ഒരു മാസത്തെ 2-ാം ശനിയാഴ്ച 8-ാം തീയതി ആയാൽ 4-ാം വെള്ളിയാഴ്ച എത്രാം തീയതിയാണ്? നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ എന്താ, ഇവിടെ ഒരു ശനിയാഴ്ച ഉണ്ടായിരിക്കും. ദെൻ 2-ാമത്തെ ശനിയാഴ്ച 8-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇനി ചോദിച്ചിട്ടുള്ളത് 4-ാമത്തെ വെള്ളിയാഴ്ചയാണ്. നമുക്ക് ഇപ്പൊ ഇതിനു മുൻപ് ഒരു വെള്ളിയാഴ്ച ഉണ്ടോന്ന് അറിയണം. ഇവിടെ 7, 6, 5, 4, 3, 2, 1. അപ്പോൾ ഇവിടെ എന്താണ് ഒന്നാമത്തെ, അതായത് ആദ്യത്തെ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഇല്ല. അപ്പോൾ വെള്ളിയാഴ്ച തുടങ്ങുന്നത് 2-ാമത്തെ ആഴ്ച മുതലാണ്. ഇതിൽ 4-ാമത്തെ വെള്ളിയാഴ്ച വരുമ്പോൾ 5-ാമത്തെ ആഴ്ചയിൽ വരും. നമുക്ക് വരുന്നത് 28 എന്നാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 28. അടുത്തൊരു ചോദ്യം, ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം 11:20 ആയാൽ ക്ലോക്കിലെ സമയം എത്ര? 12:40, 11:40, 12:20, 12:10. അപ്പോൾ ഒരു ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം 11:20 ആണ് കാണിക്കുന്നത്. അപ്പോൾ 11,
അപ്പോൾ ഇത് 12 കഴിഞ്ഞും ഇവിടെ 30 കഴിഞ്ഞും. അപ്പോൾ എത്ര വരും? 40 എന്ന് വരും. 12 40. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. അടുത്തത് 7 + 7 + 7 ബൈ 7 ഹരിക്കണം 5 + 5 + 5 + ഹരിക്കണം 5. ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടുന്നത് ഇത് 3 കൂട്ടുകയാണ് വേണ്ടത്. ഇത് 15 വരും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. സോ ഇപ്പം എന്ത് ചെയ്യാം? 15/5 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ ഇനി ഡിവിഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 എന്ന് വരും. ഇത് 14 1 15 വരും. 15/3 5 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത് 2/3 4/9 5/6 എന്നിവയുടെ ലസാഗു എത്ര? 20/3 3/20 1/20 20. ഉത്തരം 20/3 ആണ് വരുന്നത്. അടുത്തത് രാമുവും ബാബുവും ഒരു തുക 2 5 എന്ന അംശബന്ധത്തിൽ വിധിച്ചപ്പോൾ ബാബുവിന് 1500 രൂപ അധികം കിട്ടി എങ്കിൽ എത്ര രൂപയാണ് വിധിച്ചത്? 4000 3500 4500 7500. ചോദ്യം രാമുവും ബാബുവും ഉണ്ട്. രാമു ബാബു. അപ്പോൾ ഇവരൊരു തുക വീതിക്കുന്നത് 2 5 എന്ന അനുപാതത്തിലാണ് അല്ലെങ്കിൽ അംശബന്ധത്തിലാണ്. അപ്പോൾ ബാബുവിന് 1500 രൂപ അധികമായിട്ട് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവർ എത്ര രൂപയാണ് വിധിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു തുകയുടെ 2 ഭാഗം, ഒരു തുകയുടെ 2 ഇരട്ടി രാമുവിന് കിട്ടിയിട്ടുണ്ട്. ബാബുവിന് കിട്ടിയത് 5 ഇരട്ടിയാണ്. അധികമായിട്ട് ലഭിക്കുന്നത് 3 ഇരട്ടി. അതായത് ഇയാൾക്ക് 2 ഭാഗം കിട്ടിയിട്ടുണ്ട് ഒരു സംഖ്യയുടെ. അപ്പോൾ ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ 5 ഇരട്ടിയാണ്. അപ്പോൾ ബാബുവിന് അധികമായിട്ട് ലഭിച്ചിട്ടുള്ളത് എത്രയായിരിക്കും? 3 ഇരട്ടിയാണ്. ആ തുക എന്ന് പറയുന്നത്, ആ 3 ഇരട്ടിയായിട്ട് ലഭിച്ച തുക എന്ന് പറയുന്നത് 1500 രൂപയാണ്. അപ്പോൾ നമുക്ക് ആ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 500 ആയിരിക്കും. അപ്പോൾ ഇവര് ഭാഗിച്ചത് എത്ര തുകയായിരിക്കും? ആകെയുള്ളത് അതിൻ്റെ 7 മടങ്ങ് തുകയുണ്ട്. അപ്പോൾ എത്ര വരും ആൻസർ? ഓപ്ഷൻ ബി 3500. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. അപ്പോൾ 3 x = 7 to 9 ആയാൽ എക്സിന്റെ വില എത്ര? അപ്പോൾ 6 5 7 4. അപ്പോൾ 3നെ എത്ര തവണ 3 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 729 ലഭിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. നമുക്കറിയാം എത്രയാണ്. അപ്പോൾ 3 വരും. അടുത്തത് 9 വരും.
ദെൻ 27 വരും, പിന്നെ 81 വരും, അടുത്തത് 3, ഇരുപത്തിനാല് വരും, അടുത്തത് 1 കൂടി 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 9, 2, 7. അപ്പോൾ ഇത് ഒരു തവണ ഗുണിച്ചാൽ 3, 2 തവണ 9, 3 തവണ 27, 4 തവണ 81, 5 തവണ 243, 6 തവണ 729. ഉത്തരം ഓപ്ഷൻ എ 6 ആണ് വരുന്നത്. അടുത്ത ചോദ്യം 12,000 രൂപയ്ക്ക് 12% സാധാരണ പലിശ നിരക്കിൽ 3 വർഷത്തെ പലിശ എത്ര? 1440, 4320, 3240, 3600. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. തുക വരുന്നത് 12,000 രൂപയാണ്. അപ്പോൾ ഇതിന് പലിശ വരുന്നത് സാധാരണ പലിശ നിരക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, 12% ആണ് വരുന്നത്. അപ്പോൾ 3 വർഷത്തേക്കാണ് പലിശ കണക്കാക്കേണ്ടുന്നത്. എത്ര വരും? 360 ഇൻറ്റു 12 എന്ന് വരും. ഉത്തരം 4320, ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 3 സെന്റിമീറ്റർ കൂടുതലാണ്. അതിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആയാൽ നീളം എത്ര? 5 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. ചോദ്യം, ഒരു ചതുരത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുള്ളത് ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 3 സെന്റിമീറ്റർ അധികമാണ്. അപ്പോൾ ഇതിന്റെ ചതുരത്തിന്റെ വീതി ഞാനൊരു എക്സ് ആയിട്ട് എടുക്കുന്നു. അതിന്റെ നീളം പറഞ്ഞിട്ടുള്ളത് 3 അധികം എന്നാണ്. അതിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്, അത് 26 സെന്റിമീറ്റർ ആണ്. അപ്പോൾ പെരിമീറ്റർ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു നീളം ഇൻറ്റു വീതി. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 ഇൻറ്റു നീളം പ്ലസ് വീതി. ഇത് തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻറ്റു 2x പ്ലസ് 3 എന്ന് വരും. നമുക്ക് വരുന്നത് 2 ഇൻറ്റു ഈ 2 തവണ ഇവിടെ എക്സ്, അതായത് 2 ഇൻറ്റു 2x പ്ലസ് 3 എന്ന് വരും. നമുക്ക് എന്ത് വരും? 4x പ്ലസ് 6 എന്ന് വരും. അത് വരുന്നത് 4x പ്ലസ് 6 എന്ന് പറയുന്നത് 26 എന്ന് തന്നിട്ടുണ്ട്. 4x പ്ലസ് 6 ഈക്വൽ ടു 26. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 6 ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്നത് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 5 ആണ് വരുന്നത്. ഉത്തരം 5 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം.
നീളമാണ് ചോദിച്ചിട്ടുള്ളത്. നീളം എക്സ് എന്ന് പറയുന്നത് വീതിയാണ്. അപ്പോൾ നീളം 8 വരുന്നത്. അപ്പോൾ ആൻസർ ബി 8 സെന്റിമീറ്റർ ആണ് വരുന്നത്. അടുത്ത ചോദ്യം 6, 12, 18 എന്ന സമാന്തര ശ്രേണിയിലെ 30-ാം പദം എത്ര? അപ്പോൾ ഇതൊരു സീക്വൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പോൾ ഈ ഒരു ഇതിന്റെ ജനറൽ ടേം എന്ന് പറയുന്നത് എത്രയെന്ന് അറിഞ്ഞാൽ മതി. ഇവിടെ നോക്കുമ്പോൾ 6, 12, 18 ഇത് എന്താണ്? ഇതിൽ ഒന്നാമതും 6 അതുപോലെ തന്നെ പൊതുവ്യത്യാസവും 6 നമുക്ക് ഇതിനെ 6n എന്ന് എടുക്കാം ഈ ഒരു ശ്രേണീനെ. നമുക്ക് ഇതിൽ n-ന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് വരും. 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 6 വരും. 2 എന്ന് കൊടുത്താൽ 12 വരും. 3 കൊടുത്താൽ 18 വരും. അപ്പോൾ നമുക്ക് ഒന്നാം പദം 6, രണ്ടാം പദം 12 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ n-ന്റെ വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ 30-ാം പദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 180 ആയിരിക്കും. അടുത്തത് ഒരു മേശ 720 രൂപയ്ക്ക് വിറ്റപ്പോൾ 25% നഷ്ടം വന്നു എങ്കിൽ മേശയുടെ വാങ്ങിയ വില എന്ത്? അപ്പോൾ 720 രൂപയ്ക്ക് ആണ് നമ്മൾ എന്ത് ചെയ്തത്? മേശ വിറ്റു. അപ്പോൾ ഈ 720 രൂപയ്ക്ക് വിറ്റപ്പോൾ നമുക്ക് 25% നഷ്ടം സംഭവിച്ചു എങ്കിൽ വാങ്ങിയ വില എന്ത് ചെയ്താൽ മതി? 720 × 100/25 ചെയ്താൽ മതി. 25 75 ചെയ്താൽ മതി. അതായിരിക്കും നല്ലത്. അതായത് ഏതൊരു സംഖ്യയുടെ 75% മാത്രമാണ് 720 എന്ന് പറയുന്നത്. സംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 720 × 100/75. ഉത്തരം 960. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം ത്രീ റേസ് ടു 7 + 3 റേസ് ടു 7 + 3 റേസ് ടു 7 = 3 റേസ് ടു എക്സ് എന്നാണ് തന്നിട്ടുള്ളത്. എക്സിന്റെ വിലയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 3⁻7 എന്നാണ്. +3⁻7 + 3⁻7. ഇതിൽ ബേസും എക്സ്പൊണന്റും സെയിം ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഒരു ടേം എടുത്ത് 3 തവണ ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3⁸ എന്ന് കിട്ടും. അപ്പോൾ എക്സിന്റെ വിലയാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് 8 അടുത്തത് ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 4 മിനിറ്റും മറ്റൊരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 12 മിനിറ്റും എടുക്കുന്നുവെങ്കിൽ 2 പൈപ്പും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം? എളുപ്പമാണ്. ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ 4 മിനിറ്റും മറ്റൊരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയം 12 മിനിറ്റുമാണ്. അപ്പോൾ 2 പൈപ്പും കൂടി തുറന്നു കഴിഞ്ഞാൽ വരുന്ന സമയം 16/48. നമുക്ക് വരുന്നത് 3 മിനിറ്റ് ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് ഒരു സംഖ്യയുടെ 75% 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? 75% 75 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ ഒരു സംഖ്യ എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു സംഖ്യയുടെ 75%. അപ്പോൾ 75% എന്ന് പറയുമ്പോൾ 75/100 കൊണ്ട് അതിനെ ഗുണിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 75 കൂട്ടണം.
അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മളെടുത്ത അതേ സംഖ്യ തന്നെയാണ്. എങ്കിൽ ആ സംഖ്യ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ 3/4 എന്ന് എഴുതുന്നുണ്ട്. 75/100 എന്നുള്ളതിനെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 x പ്ലസ് 300 സമം 4x എന്ന് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3x ഇവിടെ 4x ആണുള്ളത്. നമുക്കതിനെ ക്യാൻസൽ ചെയ്താൽ മതി. നമുക്ക് തുക 300 എന്ന് കിട്ടും. എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം √3 പ്ലസ് √2 ഇൻറ്റു √3 മൈനസ് √2. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത് a² മൈനസ് b² എന്നുള്ള ഫോമിലായിരിക്കും വരുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ √3 √2 അപ്പോൾ അതിൻ്റെ സ്ക്വയർ പറയുമ്പോൾ 3 √3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 3 തന്നെ വരും. അതേപോലെ തന്നെ 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ √2ന്റെ സ്ക്വയർ 2 തന്നെ വരും. അപ്പോൾ 3 മൈനസ് 2 ഉത്തരം 1. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത് അപ്പോൾ ഇത്ര 20 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഈ ഒരു ഭാഗത്തുനിന്ന് മാത്സ് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം വേഗം. ഇന്ത്യൻ രാഷ്ട്രപതിയെ പുറത്താക്കുന്നതിനുള്ള ഇംപീച്ച്മെന്റ് നടത്തിയ നടപടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ്. അപ്പോൾ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് 56, 58, 60, 61. ഉത്തരം 60 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വകുപ്പ് 61. 1767 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സ്പൈസസ് എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തളിപ്പറമ്പ്, അഞ്ചരക്കണ്ടി, മൂന്നാർ, വയനാട്. ഉത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ചരക്കണ്ടി. 1933 തൊഴിലാളികൾക്കായി വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയ നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു, സഹോദരൻ അയ്യപ്പൻ, മോർക്കോത്ത് കുമാരൻ, എ കെ ഗോപാലൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, സഹോദരൻ അയ്യപ്പൻ. മിതവാദി എന്ന പത്രം പുറത്തിറക്കിയ വർഷം 1906, 1912, 1908, 1907. ഉത്തരം ഓപ്ഷൻ ഡി 1907. അടുത്തത് കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം? കുഞ്ഞിരാമൻ, രാമൻപിള്ള, കുഞ്ഞൻപിള്ള, കുഞ്ഞിക്കണ്ണൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കുഞ്ഞിക്കണ്ണൻ. കേരള സംസ്ഥാനത്തിന്റെ ആദ്യ മന്ത്രിസഭ അധികാരമേറ്റതെന്ന്? 1957 ഏപ്രിൽ 1, 1957 ഏപ്രിൽ 5, 1957 നവംബർ 1, 1956 ഏപ്രിൽ 7. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1957 ഏപ്രിൽ 5. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? അന്നാചാണ്ടി, അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ് അക്കാമ ചെറിയാൻ. കേരളത്തിൽ ദൂരദർശൻ സംപ്രേഷണം തുടങ്ങിയത് ഏത് വർഷം? 1982, 1985, 1975, 1990. ഉത്തരം ഓപ്ഷൻ എ ആണ് 1982. കേരളീയരുടെ ഒരു വിളവിറക്കാഘോഷമാണ് പൊങ്കൽ, ഓണം,
വിഷു, ദീപാവലി കേരളീയരുടെ ഒരു വിളവിറക്ക് ആഘോഷമാണ്. 29 ഉത്തരം സി ആണ്, വിഷു. ഗുരുവായൂർ അമ്പലമണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള, ടി കെ മാധവൻ, കെ ഗോപാലൻ, കെ കേളപ്പൻ. ഉത്തരം ഓപ്ഷൻ സി കെ ഗോപാലൻ. ഇന്ത്യയിലെ ആദ്യ വിവരാവകാശ അപേക്ഷ ഷാഹിദ് റാസ ബേണി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ച ഓഫീസ് ഏതാണ്? ഡൽഹി പോലീസ് സ്റ്റേഷൻ, ഗുജറാത്ത് പോലീസ് സ്റ്റേഷൻ, പുനെ പോലീസ് സ്റ്റേഷൻ, മുംബൈ പോലീസ് സ്റ്റേഷൻ. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, പൂനെ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യ വിവരാവകാശ അപേക്ഷ ഷാഹിദ് റാസ ബേണി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ച ഓഫീസ് പൂനെ പോലീസ് സ്റ്റേഷൻ. ബാങ്കിന്റെ സൗകര്യത്തിനനുസരിച്ച് മാറാൻ നൽകിയ ചെക്ക് പോലെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞതാര്? ഡോക്ടർ ബി ആർ അംബേദ്കർ, പ്രൊഫസർ കെ ടി ഷാ, ജവഹർലാൽ നെഹ്റു, ഗാന്ധി. ബാങ്കിന്റെ സൗകര്യത്തിനനുസരിച്ച് മാറാൻ നൽകിയ ചെക്ക് പോലെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞത് 2 ബി ആണ് വരുന്നത്, കെ ടി ഷാ. താഴെ പറയുന്നവയിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ വിശേഷണമല്ലാത്തത്? ഇന്ത്യൻ പൊതുഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരൻ, ഭരണഘടനയുടെ കാവൽക്കാരൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഭരണഘടനയുടെ കാവൽക്കാരൻ. അപ്പൊ ബാക്കി 3 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ വിശേഷണങ്ങളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ കാവൽക്കാരൻ, അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സിന്റെ കണ്ണും കാതും, ഇന്ത്യൻ പൊതുഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ. അടുത്തത് ദേശീയ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നതെന്ന്? 2010 ഒക്ടോബർ 13, 2005 ഒക്ടോബർ 16, 2010 ഒക്ടോബർ 18, 2011 ഒക്ടോബർ 20. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2010 ഒക്ടോബർ 18. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഗവർണർ, മുഖ്യമന്ത്രി, രാഷ്ട്രപതി, കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി, രാഷ്ട്രപതി. ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്, ഗോലക്നാഥ് കേസ്, നിരുപമ സിംഗ് കേസ്, ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗോലക്നാഥ് കേസ്. ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഗോലക്നാഥ് കേസ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയതാര്? വാസ്കോ ഡ ഗാമ, ഹിപ്പാലസ്, ബ്രയാൻ ജാക്വസ്, ജോൺ കബ്രാൾ. ഉത്തരം ബി ആണ്, ഹിപ്പാലസ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, കൊല്ലം, തൃശൂർ, പാലക്കാട്. ഓപ്ഷൻ ഡി, പാലക്കാട്. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഗ്രഹം? നെപ്റ്റ്യൂൺ, വ്യാഴം, യുറാനസ്, ശനി. ഉത്തരം ഓപ്ഷൻ സി, യുറാനസ്. ശിശു കിഷോർ തരുൺ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൻധൻ യോജന, മുദ്ര ബാങ്ക് യോജന, പ്രസാദ് പദ്ധതി, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. ശിശു കിഷോർ തരുൺ എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, മുദ്ര ബാങ്ക് യോജന. മെഹലനോബിസ് മോഡൽ പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്ന പഞ്ചവത്സര പദ്ധതി
രണ്ടാം പഞ്ചവത്സര പദ്ധതി, അഞ്ചാം പഞ്ചവത്സര പദ്ധതി, ആറാം പഞ്ചവത്സര പദ്ധതി, ഒൻപതാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര, ഹരിയാന, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണ കാലത്തെ പേര് ബാങ്ക് ഓഫ് കൊൽക്കത്ത, ബാങ്ക് ഓഫ് ബോംബെ, ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ബാങ്ക് ഓഫ് കൽക്കത്ത. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണ കാലത്തെ പേര് ബാങ്ക് ഓഫ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി മദ്യനിരോധനം നടപ്പിലാക്കിയ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്, അലാവുദ്ദീൻ ഖിൽജി, ഇബ്രാഹിം ലോധി, കുത്തുബുദ്ദീൻ ഐബക്ക്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് അലാവുദ്ദീൻ ഖിൽജി. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബുന്ദേൽഖണ്ഡ് പ്രദേശത്തിലെ മുന്നേറ്റങ്ങൾക്ക് നേതൃനിരയിൽ പ്രവർത്തിച്ചതാര്? നാനാ സാഹിബ്, മൗലവി, അഹമ്മദുള്ള, ഝാൻസി റാണി, ബഹദൂർ ഷാ. ഉത്തരം ഓപ്ഷൻ സി ഝാൻസി റാണി. ജീസസിന്റെ കൽപ്പനകൾ ആരുടെ കൃതിയാണ്? രാജാറാം മോഹൻ റോയ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഡോക്ടർ ബി ആർ അംബേദ്കർ, എം ജി റാണഡെ. ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാര്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, സ്വാമി ദയാനന്ദ സരസ്വതി, ദാദാഭായ് നവറോജി. ഹെൻറി ഡറോസിയോ. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് ദാദാഭായ് നവറോജി. അടുത്തത് UN ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീൻ, എസ് ജയശങ്കർ, അജിത് കുമാർ ഡോവൽ, അരുൺ കുമാർ സിംഗ്. ഈ ഒരു ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. സയ്യിദ് അക്ബറുദ്ദീൻ. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് നേടിയ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്. ഉത്തരം ബി ആണ് വരുന്നത് അടുത്തത് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം ആദ്യമായി ഭേദഗതി വരുത്തിയ വർഷം 2000, 2008, 2007, 2010. ഓപ്ഷൻ ബി ആണ് വരുന്നത് 2008. ദക്ഷിണ സുഡാൻ യുദ്ധമുഖത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് ആസൂത്രണം ചെയ്ത പദ്ധതി ഓപ്പറേഷൻ റാഹത്ത്, ഓപ്പറേഷൻ സംകട്ട് മോചൻ, ഓപ്പറേഷൻ ബോസ്, ഓപ്പറേഷൻ ജിഞ്ചർ.
ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഓപ്പറേഷൻ സംകട് മോചൻ. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം സാക്ഷി മലിക്, ദീപ കർമാകർ, പി വി സിന്ധു, സൈന നെഹ്വാൾ. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, പി വി സിന്ധു. ഗുജറാത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേൽ, വിജയ് റുപാനി, പേമ ഖണ്ഡു, ശ്രീനിവാസ് പട്ടേൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, വിജയ് റുപാനി. 2016 വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവ് ആഞ്ചലിക് കർബർ, സെറീന വില്യംസ്, വീനസ് വില്യംസ്, ഹെൽറി കോൺട്രിനർ. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, സെറീന വില്യംസ്. 2015 കേരളത്തിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസ് എത്രാമത്തേതായിരുന്നു? 31, 36, 40, 35. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 35. പ്രകൃതിയിലെ ഏറ്റവും ചെറിയ ബലം ഗുരുത്വാകർഷണ ബലം, ന്യൂക്ലിയർ ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ബലം, വൈദ്യുതകാന്തിക ബലം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗുരുത്വാകർഷണ ബലം. മൊബൈൽ ഫോണുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ പ്രസരിക്കുന്ന വൈദ്യുതികാന്തിക തരംഗം മൈക്രോ തരംഗം, ഇൻഫ്രാറെഡ് തരംഗം, എക്സ്റേ തരംഗം, അൾട്രാവയലറ്റ് തരംഗം. ഉത്തരം ഓപ്ഷൻ എ ആണ്, മൈക്രോ തരംഗം. തേനീച്ചയിൽ കാണപ്പെടുന്ന ആസിഡ് സിട്രിക് ആസിഡ്, ഫോമിക് ആസിഡ്, ടാനിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഫോമിക് ആസിഡ്. ഡ്രൈ സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകം സിങ്ക്, കാർബൺ, ഇരുമ്പ്, നിക്കൽ. ഉത്തരം ഓപ്ഷൻ എ ആണ്, സിങ്ക്. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ഇറീഡിയം, ടൈറ്റാനിയം, കാഡ്മിയം, ആഴ്സനിക്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, ടൈറ്റാനിയം. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ്, സ്കർവി, ബെറിബെറി, നിശാന്തത. ഉത്തരം ഓപ്ഷൻ സി, ബെറിബെറി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം കരൾ, ത്വക്ക്, ഫീമർ, സെറിബ്രം. ഉത്തരം ഓപ്ഷൻ ബി, ത്വക്ക്. സൂചിയും വേദനയും ഇല്ലാതെ രക്തമെടുക്കാൻ കഴിയുന്ന പുതിയ ഉപകരണം ഹൈപ്പോഡെർമൽ ഹീമോലിങ്ക്, ഹൈപ്പോസിസ്, ഹീമോമീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി, ഹീമോലിങ്ക്. എൻട്രിക് ഫീവർ എന്നറിയപ്പെടുന്ന രോഗമേത്? ടൈഫോയിഡ്, മലേറിയ, മലേസ്മസ്, ഗ്ലൂക്കോമ. ഓപ്ഷൻ എ, ടൈഫോയിഡ്. ബ്രൗൺ റോട്ട് രോഗം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കരിമ്പ്, നെല്ല്, ഉരുളക്കിഴങ്ങ്. ഡി, കുരുമുളക്. ഉത്തരം ഓപ്ഷൻ സി, ഉരുളക്കിഴങ്ങ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖജുരാഹോ ശില്പമായ പാരറ്റ് ലെഡി ഈയിടെ ഇന്ത്യക്ക് തിരിച്ചു നൽകിയ രാജ്യം? ജർമ്മനി, ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്. ഉത്തരം ഓപ്ഷൻ സി, കാനഡ. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സമുദ്ര പഠനത്തിനുള്ള ഇന്ത്യയുടെ അത്യാധുനിക ഉപഗ്രഹമായ സരൾ വികസിപ്പിച്ചെടുത്തത്? റഷ്യ, ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ. ഉത്തരം ഓപ്ഷൻ ബി,
ഫ്രാൻസ്. ഇന്ത്യൻ ചക്രവാളത്തിലെ ഉദയസൂര്യൻ എന്ന് വിശേഷമുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഗുജറാത്ത്, ജമ്മു കാശ്മീർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജാർഖണ്ഡ്. ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി. ഉത്തരം ഓപ്ഷൻ ഡി, ഗോദാവരി. ഏത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാണ് അഷ്കബാദ്? ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്, തുർക്ക്മെനിസ്ഥാൻ. He has a great reputation dash honesty. ഉത്തരം ബി ആണ് വരുന്നത്, 4. He has a great reputation for honesty. She felt the thorns among, across, by, out. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, among. She fell among the thorns. The synonym of rejoice is delight, impolite, elegant, reliable. ഓപ്ഷൻ എ ആണ് വരുന്നത്, ഡിലൈറ്റ്. The antonym of raise, lift, hike, elevate, decline. ആൻസർ ഓപ്ഷൻ ഡി ആണ്, decline. Sanju is dash university player and a of from. Sanju is a university player. Let's sing dash. Shall we? Will we? Can we? Will you? ഓപ്ഷൻ എ ആണ്, shall we. You look dash. You have been running, but as if beyond even. Answer option B, as if. You look as if you have been running. Honey dash more flies than vinegar. Flies than vinegar. Catch, catches, catched, catching. ഓപ്ഷൻ ബി ആണ് വരുന്നത്, catches. Honey catches more flies than vinegar. Place where provisions are kept, field, pantry, tannery, wardrobe. Place where provisions are kept, field, pantry, tannery, wardrobe. Answer option B, pantry. Young one of an elephant is calf, cub, kitten, keet. Answer option A, calf. A dash of parrots, muster, parliament, host, company. Answer option D, a company of parrots. Which of the following word is correctly spelled? Answer option A ആണ്. Which one of the following is a correct plural noun? Commanders in chief, commander in chief, notary publics, woman doctors. ഓപ്ഷൻ എ ആണ് വരുന്നത്. Vinitha has got the first rank in the clerk exam. She dash studies. Studies well. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, must have. I wish I dash a bike, had, have, will have, would have.
ആൻസർ ഓപ്ഷൻ എ ആണ് had. Spot the error. At what time you will come back from office? So option B ആണ് വരുന്നത് you will. The passive voice from form of people elected him a leader. Is ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. He was elected leader by people. Change into indirect speech. ഒരു സെന്റൻസ് തന്നിട്ടുള്ളത് വായിക്കാം. Oh dear, I have lost my purse, she said. അതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. She exclaimed that she had lost her purse. അടുത്തത് the government has a design to dash all unauthorized buildings, pull down, pull up, pull off, pull through. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് pull down. How hen dashed 20 eggs last month? Lay, lie, lie, lay. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ലൈ. താഴെ പറയുന്നവയിൽ മേനടമം ഏത്? ആകാശം, അഴക്, ചാട്ടം, മൃഗം. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് ആകാശം. തന്നിട്ടുള്ളവയിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമായി വരുന്നത് മരപ്പൊടി, അഞ്ചാറ്, മധുരമൊഴി, ചന്ദ്രമുഖി. അഞ്ചാറ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ജ്യോതിഷം, ജോഡി, ചിലവ്, അന്ധകാരം. ഉത്തരം ഓപ്ഷൻ എ ജ്യോതിഷം. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ ആശയവുമായി ബന്ധമുള്ളത് മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്, അല്പജ്ഞാനം ആപത്ത്, അവസരത്തിനൊത്തു പ്രവർത്തിക്കുക എന്നും വിജയം. ഉത്തരം ഓപ്ഷൻ സി അവസരത്തിനൊത്തു പ്രവർത്തിക്കുക. വേഗം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം മിന്നാമിനുങ്ങ്, കോഴി, ഉറുമ്പ്, തവള. ഉത്തരം ഓപ്ഷൻ ഡി തവള. വളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അച്യുതൻ നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, നീലകണ്ഠൻ നമ്പൂതിരി. ഉത്തരം ഓപ്ഷൻ എ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. മദനൻ ആരുടെ കഥാപാത്രമാണ്? ആനന്ദ്, ചങ്ങമ്പുഴ, സുകുമാർ അഴീക്കോട്, വള്ളത്തോൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ചങ്ങമ്പുഴ. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായതാര്? പാലാ നാരായണൻ നായർ, ലളിതാംബിക അന്തർജനം, ശൂരനാട് കുഞ്ഞൻപിള്ള, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്.
ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, ശൂരനാട് കുഞ്ഞൻപിള്ള. അടുത്തത് മെയ് കാസ്റ്റിലിൻ്റെ എന്നതിന് സമാനമായി മലയാള ഭാഷയിലുള്ള ശൈലി. വായുവിൽ കൊട്ടാരം പണിയുക, ദിവാസ്വപ്നം കാണുക, ആകാശക്കോട്ട കെട്ടുക, മനക്കോട്ട പണിയുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആകാശക്കോട്ട കെട്ടുക. സ്റ്റാറ്റസ് കോ എന്താണ്? പദവി, ക്രമമായി, തൽസ്ഥിതി, വിധിയെഴുത്ത്. ഓപ്ഷൻ സി തൽസ്ഥിതി. അപ്പോൾ ഇതൊരു ബൗറിജസ് LDCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറല്ല, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നല്ല. അപ്പോൾ പഴയ ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, വീഡിയോസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.